കർശനമായ മതനിയമങ്ങൾ പിന്തുടർന്നു വന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ലെങ്കിലും കിരീടാവകാശിയായി മുഹമ്മദ് ബിൻ സൽമാൻ അധികാരമേറ്റതോടെ സ്ത്രീകളോടുള്ള സൗദിയുടെ കാഴ്ചപ്പാടിൽ ഏറെ വ്യത്യാസം വന്നുവെന്ന് തന്നെ പറയണം. ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ ഇനിയും തുടരുമെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ആദ്യം സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ ലൈസൻസ് നൽകാനുള്ള തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. പിന്നീട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ പോയി മത്സരം കാണാനും. ഒടുവിൽ പുരുഷ പിന്തുണയില്ലാതെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സ്വാതന്ത്ര്യവും മുഹമ്മദ് ബിൻ സൽമാൻ നൽകി. കിരീടാവകാശിയായ ശേഷം ആദ്യമായി അമേരിക്കയിലെത്തിയ MBS സൗദിയിൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത കാലത്തിനായാണ് താൻ യത്നിക്കുന്നതെന്ന് വ്യക്തമാക്കി. അതിനുള്ള ശ്രമങ്ങൾ തുടരും. ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് തന്നെ തടയാൻ മരണത്തിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യയിലെ വനിതകൾ പൊതുസമൂഹം അംഗീകരിച്ച മാന്യമായ വസ്ത്രം ധരിച്ചാൽ മതിയെന്നും ശരീരം മുഴുവൻ മൂടുന്ന നീളൻ കുപ്പായമായ പർദ്ദ ധരിക്കണമെന്ന് നിർബന്ധമില്ലെന്നും സൽമാൻ രാജകുമാരൻ വിശദീകരിക്കുന്നു. മാന്യവും സഭ്യവുമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് ശരീഅത്ത് നിയമം അനുശാസിക്കുന്നത്. അത് അബായ ആകണമെന്ന് ഒരിടത്തും നിർദ്ദേശിക്കുന്നില്ല. മാന്യമായ വസ്ത്രം ഏതാണെങ്കിലും അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് നൽകുകയാണ് വേണ്ടത്, അദ്ദേഹം വ്യക്തമാക്കി. പുരുഷന്മാരും സ്ത്രീകളും തുല്യരാണെന്നും എല്ലാ രംഗങ്ങളിലും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി.